Hello everyone, welcome to Truven. കേഡറ്റ് സൈക്കോളജി സീരീസിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എക്സാമിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട PYQs ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടി കാണുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു വിദ്യാർത്ഥിയുടെ മാതൃഭാഷ, വിദേശ ഭാഷയുടെ ശരിയായ ഉച്ചാരണം, സ്വരലയം എന്നിവ പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേര്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പഠനത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ പഠനാന്തരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ചില പഠനം മറ്റു ചില പഠനത്തെ സഹായിക്കാറുണ്ട്, പ്രതികൂലമായി നിൽക്കാറുണ്ട്. ഇങ്ങനെ 2 തരത്തിൽ വരാം. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു മാതൃഭാഷ, ഇപ്പം നമുക്ക് മലയാളമാണ് മാതൃഭാഷ. ഈ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും. അത് കാരണമായി കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷുകാരുടെ അതേ ആക്സെൻറ്റിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം മാതൃഭാഷയുടെ ഉപയോഗം നമ്മളെ പുതിയൊരു ഭാഷ പഠിക്കുന്നതിൽ നിന്ന് തടയുകയാണ്. അപ്പോൾ ഒരു പഠനം മറ്റൊരു പഠനത്തെ തടയുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ദാ കിടക്കുന്നുണ്ട്: പഠനത്തിലെ പ്രതികൂല പരിണാമം, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ, ഇനി ഒരു പഠനം മറ്റൊരു പഠനത്തെ സഹായിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? പഠന അനുകൂല പരിണാമം അല്ലെങ്കിൽ പഠനത്തിൻ്റെ അനുകൂല പരിണാമം, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മാത്സ് അറിയുന്നത് കൊണ്ട് തന്നെ ഫിസിക്സ് പഠിക്കാൻ എളുപ്പമാണ്. ഫിസിക്സിലും കുറേ ഇക്വേഷൻസും കണക്കും വരുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ മാത്സിലെ പഠനം എൻ്റെ ഫിസിക്സിനെ സഹായിച്ചുവെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുക പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ആഗ്രഹം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അതൊരു ആഗ്രഹം മാത്രമായിരുന്നു, സത്യത്തിൽ രണ്ടും സംഭവിച്ചില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പോൾ പഠനത്തിൻ്റെ പ്രതികൂല പരിണാമം, ഒരു പഠനം മറ്റൊരു പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നെഗറ്റീവ് ട്രാൻസ്ഫർ, പോസിറ്റീവ് ആകുമ്പോൾ ഒരു പഠനം മറ്റൊരു പഠനത്തെ സഹായിക്കുന്നു. ഇനി ഓപ്ഷൻ ഡിയിൽ നോക്കൂ: പഠനത്തിൻ്റെ ശൂന്യ ലാഭ പരിണാമം അഥവാ സീറോ ട്രാൻസ്ഫർ ഉണ്ട്. സീറോ ട്രാൻസ്ഫർ, ഒരു മേഖലയിലെ പഠനം മറ്റൊരു മേഖലയെ സഹായിക്കുന്നുമില്ല, അത് എന്നാൽ തടസ്സപ്പെടുത്തുന്നുമില്ല. അപ്പം സഹായവും ഇല്ല, തടസ്സവും ഇല്ല, ഉപയോഗവും ഇല്ല, ഉപദ്രവവും ഇല്ല. അതിന് നമ്മൾ പറയുന്ന പേര് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഉദാഹരണം, നമുക്ക് നന്നായിട്ട് നീന്താൻ അറിയുന്നത് കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? സഹായം ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടോ? അതുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പഠനത്തിൻ്റെ സീറോ ട്രാൻസ്ഫർ എന്നാണ്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഘട്ടം. നമുക്ക് എറിക്സന്റെ 8 ഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു 8 ഘട്ടങ്ങൾ നിങ്ങൾ ഓർഡറായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം ചെയ്യുക? ചോദ്യം എങ്ങനെയാണ്: ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. പ്രായോഗികത, ഒരു കുട്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടി ഉള്ള മുൻകൈ ഒക്കെ എടുക്കുന്നു, എന്നാൽ അവനത് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ആളുകൾ അവനെ കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഒരാൾ പ്രായോഗികത, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു, എന്നാൽ അവനത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും സക്സസ് ആയില്ലെങ്കിൽ അവനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. അപ്പോൾ ഞാൻ പ്രായോഗികമായി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത് ശരിയാണ്, എനിക്ക് വിമർശനം കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്ന കാലഘട്ടം മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ക്ലിയർ? മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ഇത് 3ാമത്തെ ഘട്ടമാണ് അല്ലേ? 3ാമത്തെ ഘട്ടമാണ്. 3 മുതൽ 8, ഏകദേശം 3 മുതൽ 8 പ്രായത്തിലാണ് മുൻകൈ എടുക്കൽ കുറ്റബോധം എന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി നോക്കാം. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ളത് സ്വാശ്രയത്വം വേഴ്സസ് ജാള്യതയാണ്. സ്വാശ്രയത്വം വേഴ്സസ് ജാള്യത. അത് 1.5 വയസ്സ് അഥവാ 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടി അനുഭവിക്കുന്നതാണ്. കുട്ടി പലതും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനൊക്കെ പറ്റിയ സമയമാണ് ഈ 1.5 വയസ്സ്. കുട്ടി ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ ശ്രമിക്കും, പക്ഷേ സക്സസ് ആകില്ല. അപ്പോൾ കുട്ടിക്ക് ഒരു നാണക്കേട് തോന്നും.
അതാണ് സ്വാശ്രയത്വം വേഴ്സസ് ജാള്യത, രണ്ടാമത്തെ ഘട്ടമാണ്. ദെൻ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലെ. ഇൻറ്റിമസി കൗമാര കാലഘട്ടത്തിന് ശേഷം, കൗമാര കാലഘട്ടത്തിൽ റോൾ കൺഫ്യൂഷൻ ആണ്, കൗമാര കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകുന്നത്, അഥവാ 6ാമത്തെ സ്റ്റേജ് ആണ് ഇൻറ്റിമസി, അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ. അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ എന്നുള്ളതാണ് അതിന്റെ മലയാളം. അപ്പോൾ കൗമാരം കഴിയുമ്പോൾ 19 മുതൽ 40 വരെയുള്ള വയസ്സിലാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഈ കാലഘട്ടത്തിൽ കുട്ടി അടുത്ത വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. നല്ല സുഹൃത്തുക്കൾ, നല്ല ഇണ, വിവാഹം ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടും കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ അടുപ്പം, ഇല്ലെങ്കിലോ ഐസൊലേഷൻ. അടുപ്പം അല്ലെങ്കിൽ ഐസൊലേഷൻ. ക്ലിയർ? ഇതിനടുത്തത് ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അതൊക്കെ സ്കൂളിൽ പോകുന്ന ഘട്ടമാണ്, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 4ാമത്തെ ഘട്ടമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. സ്കൂൾ കാലഘട്ടത്തിൽ, സ്കൂൾ കുട്ടിയാണിത്, സ്കൂൾ ഏജ് ആണ്, സ്കൂൾ ഏജ്. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് നേരിടുന്ന ഒരു സംഘർഷം ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. എല്ലാം ചെയ്യാൻ വളരെ താല്പര്യമുള്ള, വളരെ ഊർജ്ജമുള്ള കുട്ടി ഊർജ്ജസ്വലത. ഒന്നും ചെയ്യാൻ പറ്റാതെ സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അപകർഷതാബോധമുള്ള കുട്ടി. ഓക്കെ, അപ്പോൾ സ്കൂളിൽ കുട്ടികൾ ഒന്നെങ്കിൽ നല്ല താല്പര്യത്തോടെ ഓടിച്ചാടി പോകും, അതല്ലെങ്കിൽ ഒരു താല്പര്യവും ഇല്ലാതെ ദുഃഖിച്ചു പോകും എന്ന് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്: കുട്ടിയുടെ സാമൂഹിക വികസനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം. അപ്പൊ ഇവിടെ ചോദിച്ചത് സാമൂഹിക വികസനത്തെയാണ്. സുഹൃത്തുക്കളുടെ സംഘമാണോ, കുട്ടിയുടെ കാര്യമാണ്. കുട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബമാണ്, കൗമാരക്കാരനല്ല. കൗമാര കാലഘട്ടത്തിലാവുമ്പോൾ സമസംഘമാകും അല്ലെ, കൗമാര കാലഘട്ടത്തിലാകുമ്പോൾ സമസംഘമാകും. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബത്തിന്റെ ഉള്ളിലാണ്. കുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കുട്ടി എന്ന രീതി തന്നെ മനസ്സിലാക്കണം. അവന്റെ കുടുംബം തന്നെയാണ് ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിക്കുന്ന ഘടകം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കൗമാരത്തിലാണ് എന്ത് ചെയ്യുന്നത്, സുഹൃത്തുക്കളുടെ സംഘം സ്വാധീനിക്കുന്നത്. ഇനി ഏറ്റവും അധികം എന്നാ പറഞ്ഞത്. അപ്പൊ ഏറ്റവും അധികം കുട്ടിയെ സ്വാധീനിക്കുന്നത് കുടുംബം തന്നെയാണ്. സമൂഹവും ചുറ്റുപാടും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഏറ്റവും അധികം എന്ന് പറയാനില്ല. ക്ലിയർ? സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയുകയാണ്, ജനറൽ പേപ്പർ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ പേപ്പറാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയി തന്നെ ഒട്ടും പൈസ ചെലവില്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൂ ഇവൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ജനറൽ പേപ്പറിലെ വളരെ അധികം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്കും മറ്റും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് പേഴ്സണാലിറ്റിയെ അളക്കുന്ന ടെസ്റ്റാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതൊരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് കൂടിയാണ്. പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റ് തന്നെ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, ചോദ്യാവലികളുണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലായിരിക്കില്ല, പിക്ചേഴ്സോ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ ആയിരിക്കും അളക്കുന്നത്. അപ്പൊ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ടാറ്റ്, മുറേ ആൻഡ് മോർഗൻ അല്ലെ, മുറേ ആൻഡ് മോർഗൻ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ ഇതാ മോർഗൻ കിടപ്പുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഇതാ മുറേയും കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യും? ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞത്, മറ്റേ ആൾ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. സോ ഹെൻറി മുറേ ആണ് ആൻസർ. അപ്പൊ ടാറ്റ് ആരാണ് വികസിപ്പിച്ചത് എന്ന് ചോദിക്കുകയും ഓപ്ഷനിൽ മുറേയും മോർഗനും ഒരുമിച്ച് തന്നു, മുറേ ആൻഡ് മോർഗൻ എന്നെങ്കിൽ അത് ഉത്തരം കൊടുക്കുക. ഇനി മുറേ ഒരു ഓപ്ഷനിൽ ഇവിടെ തന്നതുപോലെ ഓപ്ഷൻ എയിൽ മോർഗനും കിടപ്പുണ്ട്, ഓപ്ഷൻ ഡിയിൽ മുറേയും കിടപ്പുണ്ട്. അപ്പൊ മുറേ കൊടുക്കുക. സത്യത്തിൽ ഇത് രണ്ടും കൂടി ഡെവലപ്പ് ചെയ്തത്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് ടാറ്റ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. പിന്നീട് മോർഗൻ അദ്ദേഹത്തിന്റെ പേര് മാറ്റുകയും അവരുടെ പേര് മാറ്റുകയും പൂർണ്ണമായിട്ടും ഹെൻറി മുറയിലേക്ക് തന്നെ അത് ആട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ അങ്ങനെയൊന്നും ഓർത്തിരിക്കേണ്ട. ഓപ്ഷനിൽ മോർഗനും മുറയും ഉണ്ടെങ്കിൽ മുറയാണ് ആൻസർ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ?
അപ്പോൾ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഒരു 16 വയസ്സിന് മുകളിലുള്ള വ്യക്തികളെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മുതൽ 16 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളുടെ പേഴ്സണാലിറ്റി അളക്കാൻ നമുക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ അത് കാറ്റാണ്. ചെറിയ കുട്ടികൾക്ക് ടാറ്റ് പറ്റില്ല, കാറ്റാണ്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ക്ലിയർ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കാറ്റ് ആരാ ഡെവലപ്പ് ചെയ്തത്? നിങ്ങൾ ആൻസറിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കാറ്റ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഓപ്ഷനിൽ കിടപ്പുണ്ട്, ആൻസർ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കോൾബർഗിന്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി മാതാപിതാക്കളോടും മുതിർന്നവരോടും ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്നു. ആ ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ കുട്ടി മാതാപിതാക്കളിൽ നിന്നും ശിക്ഷ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ വെറുക്കുമെന്ന് പേടിച്ചുകൊണ്ട് അനുസരിക്കുന്നു. ഇത് ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ കൃത്യമായിട്ടും തന്നെ പറയുന്നുണ്ട് ദണ്ഡാനുസരണം. ദണ്ഡ എന്ന് പറയുന്നത് ശിക്ഷ പേടിച്ചുകൊണ്ട് അനുസരിക്കുന്നു. സോ ഓപ്ഷൻ എ ആണ് ആൻസർ, ദണ്ഡാനുസരണ ഘട്ടം. ക്ലിയർ? അപ്പോൾ കോൾബർഗ് ആണ് സദാചാരഘട്ടം മുന്നോട്ട് വെച്ചത്. സദാചാരഘട്ടം 3 തരത്തിലുണ്ട് അല്ലെ? പോസ്റ്റ് കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, ഇങ്ങനെ 3 ആയിട്ടുണ്ട്. അതിൽ ഓരോന്നിനും 2 സബ് കാറ്റഗറീസ് വീതം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഘട്ടങ്ങൾ അല്ലെ? 6 ഘട്ടങ്ങളുണ്ട്. 6ഉം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഇമോഷൻസിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഇമോഷൻസിന്റെ പ്രത്യേകത അല്ലാത്തത്, നോട്ട് എന്നാ ചോദിച്ചത്, പ്രത്യേകത അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, നിരവധി ഉത്തേജകങ്ങൾ വഴി വികാരങ്ങൾ ഉണർത്താം അല്ലെ? വികാരങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം, പല സ്റ്റിമുലസും ഉണ്ടാകാം. ശരിയല്ലേ? ശരിയാണ്. ദെൻ സ്ഥാനമാറ്റ ഗുണം കാണിക്കുന്നു. ഇമോഷൻസിന് വ്യത്യാസം ഉണ്ടാവൂലേ? വ്യത്യാസം ഉണ്ടാകും. ദെൻ ഒരു വികാരം നിരവധി ഉദ്ദീപനങ്ങളെ ജനിപ്പിക്കുന്നു. ഒരു വികാരം കാരണം പലതരത്തിലുള്ള സ്റ്റിമുലസ് ഉണ്ടാകാം. ഇനി വൈകാരിക അനുഭവങ്ങൾ ശാരീരികമോ ജൈവസംബന്ധമോ ആയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ? ഇമോഷൻസ് വരുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ബോഡിക്കകത്തും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ? നല്ല സന്തോഷം വന്നാൽ നന്നായിട്ട് തടിക്കുമെന്നും, സങ്കടം ഉണ്ടായാൽ, വിഷാദം ഉണ്ടായാൽ മെലിഞ്ഞു പോകുമെന്നും, ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ, വിഷാദം കാരണം ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ മുഖത്തത് നന്നായിട്ട് അറിയാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നേട്ടപ്രേരണ നന്നായി നിർവചിക്കുന്നത്. നേട്ടപ്രേരണ എന്ന് പറയുമ്പോൾ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ്. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണയാണ് നേട്ടപ്രേരണ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, പരാജയങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണോ? അത് അല്ല. നമുക്ക് നേടിയെടുക്കണം അല്ലെ? ഒരു വിഷയം നേടിയെടുക്കാനുള്ള പ്രേരണയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 അല്ല. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവണത. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെ അതിജീവിച്ചാൽ മാത്രമാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 2ഉം അല്ല. ദെൻ മത്സരങ്ങളിൽ മറ്റുള്ളവരെ മറികടക്കാനുള്ള ആഗ്രഹം. മത്സരങ്ങളിൽ മറ്റുള്ളവരെ മറികടന്നാൽ മാത്രം ജയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം ആയില്ല. ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുമുള്ള ആന്തരിക പ്രചോദനം, അതാണ് കറക്റ്റ്. നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടണം. അതാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. അപ്പോൾ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കണമെന്നും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ല തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെന്നും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസോസിയേഷൻ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ബിഹേവിയറിസ്റ്റുകളുടെ തിയറിയാണ് അസോസിയേഷൻ. തോണ്ടേക്കൊക്കെ പറഞ്ഞിട്ടുള്ള തിയറിയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, അസോസിയേഷൻ തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് അസോസിയേഷൻ തിയറി എന്ന് കേട്ടാൽ നിങ്ങൾ ബിഹേവിയറിസ്റ്റ് തിയറിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത്
തുറന്ന പെരുമാറ്റത്തിന് ഊന്നൽ. പെരുമാറ്റം രണ്ട് തരത്തിലുണ്ട്, തുറന്നതുമുണ്ട് അടഞ്ഞതുമുണ്ട്. തുറന്ന പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിനാണ്. ഓവേർട്ട് ബിഹേവിയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നമ്മൾ ബിഹേവിയറിസ്റ്റുകൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് കാണാൻ പറ്റുന്ന പെരുമാറ്റത്തിനാണ്. അപ്പൊ അത് ശരിയല്ലേ? ശരിയാണ്. നമുക്ക് ബന്ധമില്ലാത്തതാണ് വേണ്ടത്. വിജയം അനുഗമിക്കുന്ന പ്രാക്ടീസ് ഡ്രില്ല്. വിജയം എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നു. അപ്പൊ പ്രാക്ടീസ്, ആവർത്തനം ഒക്കെ ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. അതും ശരിയാണ്. നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. ദെൻ ആധികാരികമായ രീതിയിൽ ശീലനിർമ്മാണം, കുട്ടികളിൽ ബിഹേവിയറൽ ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക, അതും ബിഹേവിയറിസ്റ്റുകൾ പറയുന്നുണ്ട്. എന്ത് പറയുന്നില്ല? പ്രധാന ആശയം ഉൾക്കാഴ്ച എന്ന് പറയുന്ന ആശയം പറയുന്നില്ല. ഉൾക്കാഴ്ച എന്ന് പറയുന്ന ആശയം പറയുന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. അല്ലെ, ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നത് അവരല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസോസിയേഷൻസ്, അത് നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം, RPWD 2016 നിയമപ്രകാരം ഉൾപ്പെടാത്ത വൈകല്യം. അപ്പം നമ്മൾ പറഞ്ഞു RPWD 2016 നിയമം വരുന്നത്, നടപ്പിലാകുന്നത് 2017 ഏപ്രിൽ 19 എന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഈ ഒരു നിയമപ്രകാരം 21 വിഭാഗങ്ങളാണ് PWDയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ 3 ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്, ഒരെണ്ണം അതിൽ ഉൾപ്പെടുന്നതല്ല. അത് ഏത് എന്നുള്ളതാണ്, ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. സെറിബ്രൽ പാൾസി PWDയിൽ ഉൾപ്പെടുന്നതാണ്, നമുക്ക് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഉൾപ്പെടുന്നതാണ്. ഹീമോഫീലിയ, അതൊരു രക്തസംബന്ധമായ രോഗമാണ്, അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? PWDയിൽ ഉൾപ്പെടുന്നുണ്ട്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്തിൽ ഉൾപ്പെടുന്നില്ല? ഈ ഒരു PWDയിൽ ഉൾപ്പെടുന്നില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചോദ്യമാണ്. പല ആളുകൾക്കും ഈ ഒരു ചോദ്യം കാണുമ്പോഴാണ് ഒരു ആശ്വാസമാകുന്നത്. നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുന്ന ഒരു തിയറി ആയിരിക്കും. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഫ്രോയിഡിന്റെ ഘടനാ മാതൃകയിൽ അഹം പ്രവർത്തിക്കുന്നത് ഇനി പറയുന്നത് ഏതനുസരിച്ചാണ്? അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പൊതുവിൽ പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേരല്ല പറയുന്നത്, വില്യം വൂണ്ടിന്റെ പേരാണ് പറയുന്നത്. പക്ഷെ നമ്മൾ DLEDനും BEdനും ഒക്കെ പഠിക്കുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട്, ആ രീതിയിലാണ് പഠിച്ചു വെക്കുക. നമ്മുടെ എക്സാമിന് അത് മതി, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ അവിടെ അഹം, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഘടനയ്ക്ക് 3 മാതൃകകളുണ്ട്. ഇതുണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. ഇതാണ് അതിന്റെ ഓർഡർ. ഇത്, അഹം, അത്യഹം എന്നാണ് പറയുന്നത്. ഇതിൽ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം അല്ലെങ്കിൽ ആനന്ദതത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് പ്രവർത്തിക്കുന്നത് ആനന്ദതത്വം അല്ലെങ്കിൽ സുഖതത്വം അനുസരിച്ചാണ്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് അഹം അഥവാ ഈഗോ. ചോദ്യം അതാണ്, ഈഗോ ഏത് തത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്നു. ഇനി നമുക്കുള്ളത് അത്യഹം അഥവാ സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വം, സദാചാര തത്വം, സാൻമാർഗിക തത്വം എല്ലാം സെയിം ആണ്. അതിൽ പ്രവർത്തിക്കുന്നത് സൂപ്പർ ഈഗോ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ അഥവാ യാഥാർത്ഥ അഹം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി ഈഗോയ്ക്ക് 1-2 പേരുകളുണ്ട്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, നമ്മൾ വിളിക്കുന്നത് ഈഗോയാണ്. അതുപോലെ അത്യഹത്തെയും ഇതിനെയും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകുന്നത്, അവയുടെ ഇടയിലുള്ള ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നതും അഹം അഥവാ ഈഗോ തന്നെയാണ്. ക്ലിയർ? സോ ഡിയേഴ്സ്, നമ്മൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നന്നായി പഠിച്ചു വെക്കുക. വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.